നമ്മളന്ന് വീട്ടിൽ പോയപ്പോൾ ഒരു ചക്ക എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അതൊക്കെ ചുള പറിച്ച് അരിഞ്ഞിട്ട് നമുക്ക് ചക്ക വറുത്ത് റെഡിയാക്കി വെക്കണം കേട്ടോ. അച്ചാറും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 പ്രൊമോഷൻ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ കൂടെ തിരക്കായിരുന്നു. പിന്നെ നട്ടപ്പാത്രയ്ക്ക് നിന്നിട്ടാണ് ഞാൻ അച്ചാറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നുകൊണ്ട് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആകെ കൂടെ ഒരു തിരക്കായിരുന്നു കേട്ടോ. പൂജുട്ടിയും കൂടിയിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ചാർ ഐറ്റംസ് ഉപ്പിലിടുന്ന കാര്യങ്ങളൊക്കെ റെഡി ആയ സ്ഥിതിക്ക് നമുക്കിനി വേഗം ചക്ക വറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ചുളയൊക്കെ പറിച്ചിട്ടുണ്ട്. തിരുവാരൊരു മധുരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാലും വേണ്ടില്ല, അതുകൊണ്ട് വറക്കാമെന്ന് വിചാരിച്ചു. വലിയ സീനൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ഇളമധുരമുള്ള ചക്ക വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഷാജേട്ടന് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് വറക്കാമെന്ന് വിചാരിച്ചു. ഇനി വേറെ ചക്ക കിട്ടാനൊരു മാർഗ്ഗമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരണം. അതിനുള്ള സമയമില്ല കേട്ടോ. ഇതന്നെ ഇപ്പോൾ നമ്മൾ ഉച്ചയായി ഒരു 11:30 ആയി. ഇന്ന് വൈകുന്നേരം 3-3:30 ആകുമ്പോഴേക്കും നമുക്ക് ഈ സാധനം കൊണ്ട് വേഗം ഇറങ്ങുകയും വേണം വീട്ടിൽ നിന്ന്. അങ്ങനെ പിന്നെ വേഗം തന്നെ ചുള പറിച്ച് അരിഞ്ഞു വേഗം വറക്കലും കാര്യങ്ങളൊക്കെ ഷടപ്പട്ടേന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2-3 ട്രിപ്പ് ആക്കിയിട്ടുണ്ട്. വറുത്ത് റെഡിയാക്കി കോരി മാറ്റി വെച്ചു. ഇനി ഇതൊക്കെ ഒന്ന് പേക്കാക്കുക എന്നുള്ളത് അടുത്ത ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള പരിപാടി വേഗം നോക്കണം. എല്ലാം ചൂടാറിയിട്ടുണ്ട് അച്ചാറും കാര്യങ്ങളൊക്കെ. ഇനി ഇപ്പോൾ നമ്മൾ ഈ ചക്ക വറുത്തത് മാത്രമാണ് ചൂടാറാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് വേഗം ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ വറവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മഴക്കാലത്ത് ഇതിങ്ങനെ ഇരുന്ന് കുറിക്കാൻ വേണ്ടി നല്ല രസമാണ്. നമുക്കിതൊന്നും എടുക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. ഒക്കെ അവിടേക്കുള്ളത് മാത്രമേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഉണ്ടാക്കാം. അച്ചാർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. നാരങ്ങ അച്ചാർ, ചെല്ലിപ്പൊടി അച്ചാർ, പിന്നെ വെളുത്തുള്ളി അച്ചാർ, പുളിയഞ്ചി, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ നമ്മുടെ അമ്പഴങ്ങ ഉപ്പിലിട്ടത്, ഹലുവ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്ക് ഡ്രസ്സ് കൊടുത്തയക്കാണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധം കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊക്കെ ഒരു പാക്കാക്കി റെഡിയാക്കി എടുത്ത് വെക്കണം. അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അച്ചാറും കാര്യങ്ങളൊക്കെ ഞാൻ അധികം വെള്ളം പോലെയല്ല, കുറച്ച് ഡ്രൈ രൂപത്തിലാണ് ആക്കിയിട്ടുള്ളത്. അവിടെ ചെന്നിട്ട് കുറച്ച് സുർക്കൊക്കെ ഒഴിച്ചിട്ടൊന്ന് കുലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ പേക്കിങ്ങും കാര്യങ്ങളും തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് ലീക്ക് ആക്കാതെ പേക്കാക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നത് അളുക്കിലാക്കിയിട്ട് ഡപ്പയിലാക്കിയിട്ട് ഇങ്ങനെ സെല്ലോ ടാപ്പ്, അതാകുമ്പോൾ കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോൾ പിന്നെ അളുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ വെയിറ്റും കൂടെ കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കവറിലാക്കുക ചെയ്തത്. പിന്നെ നമ്മൾ പോകാനുള്ളത് കൊടുമുണ്ട സ്ഥലത്തേക്കാണ്, കുറച്ചധികം ലോങ് ആണ്. അപ്പോൾ പിന്നെ ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ വഴിക്ക് എത്തിയപ്പോൾ ചായയും പൊരിക്കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2-3 ആളുണ്ട് കേട്ടോ. അതാണ് ഇത്രയും പൊരിക്കടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലോണം വിശന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ ചായ കുടിച്ചത്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല ഈ ചക്കവറവൽ കാരണം. അങ്ങനെ പിന്നെ അതൊക്കെ ആക്കി നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കൊടുക്കാനുള്ള. അവരെ ഞാൻ കാണിക്കണില്ല കേട്ടോ. നമുക്കറിയില്ലല്ലോ അവർക്കത് ഇഷ്ടമാവില്ലേ. നമ്മൾ പെട്ടെന്നാണ് ചെന്ന് വീഡിയോയിലൊന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധനം കൊടുത്തിട്ട് വേഗം തന്നെ പോരുകയാണ്. നല്ല മഴക്കാറും ഇടി മിന്നലൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്തിട്ടില്ല, നല്ല മിന്നലും നല്ലോണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട്ടിലെത്തിയാൽ മതി എന്ന് വെച്ചിട്ടേക്ക് മിന്നൽ ഭയങ്കര പേടിയാണ്. അങ്ങനെ വീട്ടിലെത്തി അതൊക്കെ കൊടുത്തു വേഗം തന്നെ നമ്മൾ ചടയെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുന്ന ആളെ കാണാം. ടാറ്റാ ബൈ, സീ യു.